നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. എന്തിനായിരിക്കും കട്ടപ്പ ബാഹുബലിയെ കൊന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിക്കൂടിയാകും ഓരോ പ്രേക്ഷകനും ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്നത്. മാർച്ച് 16 പുറത്തിറങ്ങിയ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ ഈ ചോദ്യത്തിന് ചെറുതായെങ്കിലും ഉത്തരം നൽകുന്നുണ്ട്. ഇതുവരെ സിനിമാ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ പ്രതികരണമാണ് ട്രെയിലറിന് ലഭിച്ചത്. 4 ഭാഷകളിൽ ഒരേ സമയം പുറത്തിറങ്ങിയ ട്രെയിലറിന്റെ തെലുങ്ക് പതിപ്പ് പുറത്തിറങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 1 കോടിയിലധികം തവണയാണ് ആളുകൾ കണ്ടത്. കൂടെ പുറത്തിറങ്ങിയ ഹിന്ദി, മലയാളം, തമിഴ് ട്രെയിലറുകൾക്കും ലഭിക്കുന്നത് മികച്ച പ്രതികരണമാണ്. ആദ്യ ചിത്രം പ്രേക്ഷകരെ നിർത്തിയ ആകാംക്ഷയുടെ മുനമ്പിൽ നിന്ന് തന്നെ രണ്ടാം ചിത്രത്തിന്റെ ട്രെയിലർ തുടങ്ങുമെന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത്. മറിച്ച് ആദ്യ ഭാഗത്തിന്റെ ക്ലൈമാക്സ് തിരുത്തി എഴുതുന്നത് പോലെയാണ് ബാഹുബലി 2 ദ കൺക്ലൂഷന്റെ ട്രെയിലർ. കട്ടപ്പയല്ല അമരേന്ദ്ര ബാഹുബലിയെ കൊന്നതെന്ന ചെറുതല്ലാത്തൊരു സൂചന ട്രെയിലർ നൽകുന്നുണ്ടോ എന്നാണ് ചിലരുടെ സംശയം. ആളിക്കത്തുന്ന അഗ്നിയുടെ പശ്ചാത്തലത്തിൽ ബാഹുബലിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന കട്ടപ്പയുടെ രംഗമാണ് കട്ടപ്പയല്ല ബാഹുബലിയെ കൊന്നതെന്ന സൂചന നൽകുന്നത്. ബാഹുബലി ദ ബിഗിനിങ്ങിൽ അമരേന്ദ്ര ബാഹുബലിയെ കൊന്നത് താനാണെന്ന് കട്ടപ്പ മഹേന്ദ്ര ബാഹുബലിയോട് വെളിപ്പെടുത്തുമ്പോൾ ഇതേ പശ്ചാത്തലത്തിലാണ് കട്ടപ്പ ബാഹുബലിയെ പുറകിൽ നിന്ന് കുത്തുന്നത്. മഹേന്ദ്രയുടെ വളർത്തു മാതാപിതാക്കളെയും ജനങ്ങളെയും ഞെട്ടിക്കുന്നതായിരുന്നു കട്ടപ്പയുടെ ഈ വെളിപ്പെടുത്തൽ. എന്നാൽ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറിൽ കാണുന്നത് ഇരുവരും തമ്മിലുള്ള തീവ്രമായ സ്നേഹമാണ്. തന്റെ സഹോദരൻ ഭല്ലാലദേവയുമായുള്ള യുദ്ധത്തിൽ മനമെടുത്ത അമരേന്ദ്ര ബാഹുബലി താൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി കള്ളം പറയാൻ കട്ടപ്പയോട് നിർദ്ദേശിച്ചതായാണ് ചിലർ പറയുന്നത്. ഒരുപക്ഷെ തന്നെ കൊല്ലാനും അമരേന്ദ്ര ബാഹുബലി കട്ടപ്പയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ബാഹുബലി മരിച്ചിട്ടില്ലെന്ന് കരുതുന്നവരും കുറവല്ല. ആദ്യ ഭാഗത്തിൽ ഇനിയും എന്റെ കൈകൊണ്ട് മരിക്കാനാകും ബാഹുബലി വരികയെന്ന തുറങ്കിലടയ്ക്കപ്പെട്ട ദേവസേനയോട് ഭല്ലാലദേവ പറയുന്നുണ്ട്. ബാഹുബലി 2 ക്ലൈമാക്സിൽ ബാഹുബലിയും ഭല്ലാലദേവയും തമ്മിലുള്ള പോരാട്ടമാണ് വമ്പൻ രംഗമെന്നായിരുന്നു രാജമൗലി പറഞ്ഞിരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാഹുബലി മഹേന്ദ്ര ബാഹുബലിയാണോ അതോ അമരേന്ദ്ര ബാഹുബലിയോ എന്നതാണ് പ്രേക്ഷകർക്ക് സംശയം. മഹേന്ദ്ര ബാഹുബലി ഭല്ലാലദേവയ്ക്ക് പറ്റിയ ഒരു എതിരാളിയല്ലെന്നാണ് ഇതിന് ന്യായീകരണമായി ചിലർ പറയുന്നത്. എന്തായാലും ആവേശത്തിന് മുൾമുനയിൽ നിർത്തുന്ന ട്രെയിലർ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ബാഹുബലി 2 ദ കൺക്ലൂഷനും ഒരു ചരിത്ര വിജയമായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.